അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ചൈനീസ് കാറുകൾക്ക് പ്രിയമേറുന്നു. ആഗോള വാഹന കയറ്റുമതി വിപണിയിൽ ചൈന തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ കൂടി ചൈനീസ് വിപണിക്ക് തുണയാകുന്നത്. 2030 ആകുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക മേഖലയുടെ വിപണി വിഹിതത്തിൽ ചൈന 34% വളർച്ച കൈവരിക്കുമെന്നാണ് സൂചന. 2024 വെറും 10% വിപണിയാണ് 34% കുതിക്കുന്നത്. ദുബായ് അൽക്കൂസിൽ തീപിടുത്തം, ആളപായം ഇല്ല. വ്യവസായ മേഖല 1 ഇന്ന് രാവിലെയാണ് 2 വെയർഹൌസുകളിലായി തീപിടുത്തമുണ്ടായത്. സിവിൽ ഡിഫൻസ് ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. UAE-യിൽ ഇന്നു മുതൽ അതിശക്തമായ ചൂട് അനുഭവപ്പെടും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ഉച്ചനേരങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ചൂടിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും പ്രത്യേകം നിർദ്ദേശമുണ്ട്. അത്യുഷ്ണം പരിഗണിച്ച് വിദ്യാലയങ്ങളിലെ സമയക്രമങ്ങളിൽ ഇന്നലെ മുതൽ മാറ്റം പ്രഖ്യാപിച്ചിരുന്നു. കുവൈത്തിൽ മലയാളി നഴ്സ് ദമ്പതികളെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം സ്വദേശികളായ സൂരജ്, ബിൻസി എന്നിവരാണ് മരിച്ചത്. ഇവർ കഴിഞ്ഞ 10 വർഷമായി കുവൈറ്റിലുണ്ട്. അബ്ബാസിയയിൽ ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂരജ് സുറ ജാബിർ അൽ അഹമ്മദ് ആശുപത്രിയിലും ബിൻസി സുബ്ഹാൻ ജാബിർ അൽ അഹമ്മദ് മിലിറ്ററി ആശുപത്രിയിലുമാണ് ജോലി ചെയ്യുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒമാനിലേക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പഴയ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇനി മുതൽ പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വരും. GCC രാജ്യങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നൽകി വരുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പകരം ഇനി മുതൽ വാഹനം രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ അംഗീകൃത ഏജൻസി നൽകുന്ന എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. വരുന്ന ജൂലൈ 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. മലബാറിൽ നിന്നുള്ള UAE നിവാസികളുടെ സംഘടനയായ മലബാർ പ്രവാസി കൂട്ടായ്മയുടെ ജനറൽ ബോഡി യോഗം വരുന്ന ശനിയാഴ്ച, അതായത് മറ്റന്നാൾ വൈകിട്ട് 8-ന് ദുബായ് കരാമ വൈബ്രന്റ് റെസ്റ്റോറന്റ് പുറകുവശത്തുള്ള സിറ്റി കറാച്ചി റെസ്റ്റോറന്റിൽ ചേരും. മലബാർ പ്രവാസി കൂട്ടായ്മയിലെ എല്ലാവരും കൃത്യസമയത്ത് യോഗത്തിൽ എത്തിച്ചേരണമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസീസ് തോലേരി, സെക്രട്ടറി ശങ്കർ എന്നിവർ അറിയിച്ചു. ഇനി പ്രവാസികൾ പ്രത്യേകം അറിയാൻ, ഇന്ത്യൻ പ്രവാസികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ATM ഇടപാട് ചാർജുകളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ATM ഫീസ് ഘടന പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് സൗജന്യ ഉപയോഗ പരിധിക്ക് ശേഷമുള്ള ഓരോ ഇടപാടിനും ഇനി മുതൽ പരമാവധി 23 രൂപ ഈടാക്കും. മുമ്പ് ഇത് 21 രൂപയായിരുന്നു. ATMകളിലെ സാമ്പത്തികേതര ഇടപാടുകൾക്കും ക്യാഷ് റീസൈക്കിൾ മെഷീനുകളിലും ഇത് ബാധകമാണ്. അതേസമയം ക്യാഷ് ഡെപ്പോസിറ്റുകൾക്ക് ഇത് ബാധകമല്ല.